മല്ലപ്പള്ളി ടൗണിൽ ഏതാനും ദിവസങ്ങൾ ആഴ്ചകളായിട്ട് ഇതുപോലെ ഒറ്റയ്ക്ക് ഈ കടത്തിൻ്റെ രാത്രിയും പകലും ഒരുപോലെ ഇരിക്കുന്നതാണ് ചേർന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരും നോക്കാനും എടുക്കാനും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വിസർജനം ചെയ്യുന്നൊക്കെ രീതിയിൽ വളരെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. അതിൽ ആ ഒരു കാര്യം അറിയിച്ച സമയത്ത് സന്തോഷത്തോടുകൂടി ഈ ആളിനെ സ്വീകരിക്കാനും പരിചരിക്കുവാനും കാണിച്ച ആ നല്ല മനസ്സിന് കാരണഭവനോടും അവിടുത്തെ പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരോടും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള മിനികുമാരി അവരുടെ പ്രത്യേകമായി ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിന് കൂടുതൽ മെച്ചമായി ജീവിക്കുവാൻ അതിനുള്ള ഒരു അവസരം കാരണഭവൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ആ സംരക്ഷണം നടത്തുന്നതിന് ഒരിക്കൽ കൂടി കാരണഭവനോടുള്ള നന്ദി അറിയിക്കും. മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് സജി എന്ന് പറഞ്ഞ ഒരു മകനെ കൂടി ഞങ്ങൾക്ക് കാരുണ്യഭവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ മകനെ 10-20 ദിവസമായിട്ട് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലും കടത്തിണ്ണകളിലുമായിട്ട് അലഞ്ഞിരുന്നു. ആ കടത്തിണ്ണയിലൊക്കെ മഴയും വെയിലും കൊണ്ട് അവിടെ തന്നെ കിടന്ന് മതവിസർജനമൊക്കെ ചെയ്ത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. നാട്ടുകാരും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും ഇവിടുത്തെ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മല്ലപ്പള്ളി 3-ാം വാർഡ് മെമ്പർ പ്രകാശ് സാറും 14-ാം വാർഡിലെ മിനി കുമാരി മെമ്പറും അവരിവിടെ വന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാൾ കിടക്കുന്നു, സഹായിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ മനുഷ്യനെ എടുക്കുവാൻ വേണ്ടി മല്ലപ്പള്ളി വന്ന് ഞങ്ങൾ ആ മകനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള മക്കളെ ഞങ്ങൾ എടുക്കാം. ഞങ്ങൾക്ക് മല്ലപ്പള്ളി കാരുണ്യത്തിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ശുശ്രൂഷിക്കാനുള്ള ആൾക്കാരും ഒക്കെ ഞങ്ങളുടെയുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ തന്നെയാവാതെ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. മല്ലപ്പള്ളി ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മല്ലപ്പള്ളി ഇങ്ങനൊരു ഭവനം നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള കാലങ്ങളിലും മല്ലപ്പള്ളി കിടന്നു നേരത്തെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കിടക്കുന്നതിലൊക്കെ ആൾക്കാർ മരിച്ചു കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ മല്ലപ്പള്ളി ഇങ്ങനൊരു കാരുണ്യ ഭവനം ഉള്ളത് കൊണ്ട് ഇന്ന് അങ്ങനെയില്ല. അറിഞ്ഞാവുന്ന ഞങ്ങൾ ചെന്നവരെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇതുപോലെ നല്ല രോഗിയാണെന്ന് തോന്നുന്നു. ഈ മകനെ ഇന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തു കൊടുക്കണം. നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം.